അഷ്ടമിരോഹിണി നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിപുല ആഘോഷങ്ങളാണ്. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിൽ നിന്നും രാവിലെ ഘോഷയാത്ര ഗുരുവായൂരിൽ എത്തിച്ചേർന്നു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഭക്തി മാത്രമാണ് ഗുരുവായൂരിൽ. എങ്ങും ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനം ഏറ്റവും മനോഹരമായി കെങ്കേമമായി ഭഗവാന്റെ ആ പുണ്യ ദിവസം ആഘോഷിച്ച വിപുലമായ ആഘോഷ പരിപാടികളോട് കൂടി കെങ്കേമമാക്കുകയാണ് ഭക്തജനങ്ങൾ. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ ആരംഭിച്ച ആ ഘോഷയാത്ര ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണ വേഷധാരികൾ, കുചേല വേഷധാരികൾ, രാധാകൃഷ്ണ വേഷധാരികളായ കുഞ്ഞു കുരുന്നുകൾ, അങ്ങനെ നയന മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടുള്ള വർണ്ണ മനോഹരമായ ഒരു ഘോഷയാത്രയാണ് രാവിലെ തന്നെ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള ഉറിയടി മറ്റ് അനുബന്ധ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി രാവിലെ 10 മണിയോടുകൂടിയാണ് ഘോഷയാത്ര ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. കുഞ്ഞു കുരുന്നുകൾ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെ കള്ളക്കണ്ണൻ്റെ ആ വേഷവിധാനങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ചയായിരുന്നു രാവിലെ മുതൽ തന്നെ ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കാണാൻ കഴിഞ്ഞിരുന്നത്. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ ഇന്ന് അനുഭവപ്പെടുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിലേക്ക് എത്തി കണ്ണൻ്റെ ജന്മദിനത്തിൽ ഭഗവാനെ ദർശിച്ച് സായുജ്യം അടയുന്നതിന് വേണ്ടി കാത്തുനിന്ന ഭക്തരായിരുന്നു. അവരെല്ലാം വരിയായി നിന്ന് രാവിലെ മുതൽ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭഗവാനെ ദർശിച്ച് മടങ്ങുന്നതിന് വേണ്ടി, സായുജ്യം നേടി മടങ്ങുന്നതിന് വേണ്ടി ഈ ഭക്തജനങ്ങളെല്ലാം കാത്തുനിന്നത്. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രകളും ഇതിനോടകം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് VIP ദർശനവും മറ്റ് പ്രത്യേക ദർശനങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ ഭക്തജനങ്ങൾക്കും വരിയായി നിന്നുകൊണ്ട് ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ഒരു സൗകര്യമാണ്, ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ നയന മനോഹരമായ വർണ്ണമനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ചുകൊണ്ട്, കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട്, കണ്ണൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കുഞ്ഞു കുരുന്നുകൾ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് രാധാകൃഷ്ണ വേഷ വിധാനത്തോടു കൂടിയ മനോഹരമായ കാഴ്ചകളാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര വീഥികളിലേക്ക് എങ്ങും നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലെല്ലാം ഈ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനും ഘോഷയാത്ര കാണുന്നതിനും അതിനെ അനുഗമിക്കുന്നതിനുമൊക്കെയായി കാത്തു നിൽക്കുന്ന വലിയ ഭക്തജനങ്ങളുടെ സംഘവുമുണ്ട്. ഘോഷയാത്ര ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.